ഹായ് ഫ്രണ്ട്സ്, ടെക്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു റിമോട്ട് കിറ്റ് പരിചയപ്പെടാം. dtech ഓഡീസ് എന്ന ബ്രാൻഡിൻ്റെ 5.1 റിമോട്ട് കിറ്റാണ്. ഓൾറെഡി ഈ കിറ്റ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പക്ഷേ നമ്മൾ അന്ന് റിവ്യൂ ചെയ്ത റിമോട്ട് കിറ്റിനെ അപേക്ഷിച്ച് വളരെ ചെറിയ നോട്ടീസബിളായിട്ടുള്ള വളരെ ചെറിയ കുറച്ച് വ്യത്യാസം ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ടും ഈ ബോർഡിൽ എക്സ്ട്രാ സബ് പ്രീ ഔട്ട് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. ബാക്കിൽ ഈ മെയിൻ ഐസിയിൽ നിന്ന് വരുന്ന ലൈനാണ്. അതും ഗ്രൗണ്ടും കൂടെ എടുത്തിട്ട് വേറൊരു ലോ പാസ് ഫിൽറ്റർ നമ്മുടെ ബോർഡിന് അല്ലെങ്കിൽ സബ് വൂഫറിന് ചേരുന്ന ഏത് ലോ പാസ് ആണോ അതിലേക്ക് ഈ ഒരു ഔട്ട്പുട്ട് എടുത്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ റിവ്യൂ ചെയ്ത ബോർഡിൽ ഈ ഓപ്ഷൻ ഇല്ലായിരുന്നു. പിന്നെ റിമോട്ട് കിറ്റിൽ ഇൻബിൽട്ടായിട്ട് വരുന്നത് 324 ഓപ്പാമ്പ് വെച്ചിട്ടുള്ള ആ ഒരു ഫിൽറ്റർ തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഗെയിൻ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലെവൽ നന്നായിട്ടുണ്ട്. പക്ഷേ വളരെ ചെറിയ രീതിയിലുള്ളൊരു വോക്കൽ ഔട്ട്പുട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു പ്രീ ഔട്ട് എടുത്ത് സെപ്പറേറ്റ് ലോ പാസിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്ത് ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്ത റിമോട്ട് കിറ്റിൽ R2 സൈസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു റിമോട്ട് കിറ്റിൽ FR6311 എന്ന പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ രണ്ടും സെയിം എന്നല്ലെങ്കിൽ പിൻ ടു പിൻ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള IC ആണ്. ഒരെണ്ണത്തിന് പകരം മറ്റൊരെണ്ണം യൂസ് ചെയ്യാം. വർക്കിങ്ങും ബാക്കി സ്പെസിഫിക്കേഷൻസ് എല്ലാം സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന കിറ്റിൽ RC സോക്കറ്റും അതിൻ്റെ ബാക്ക് പാനലും വാങ്ങിയിട്ടില്ല. അതുൾപ്പെടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ സബിൻ്റെ ഔട്ട്പുട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രീസെറ്റും ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. 12 വോൾട്ട് DC ഇൻപുട്ടായിട്ട് വർക്കിംഗ് വോൾട്ടേജ് ആയിട്ട് കൊടുക്കണം. നമ്മുടെ 3 സ്റ്റീരിയോ ഇൻപുട്ട്സ്, ഇവിടെ DVD ഇൻപുട്ട്, ഇത് USB-യിൽ നിന്നുള്ള ഇൻപുട്ട്, ഇത് ഡിസ്പ്ലേയിലേക്ക് പോകുന്ന കണക്ഷനാണ്. പിന്നെ USB-യിലേക്ക് വേണ്ടുന്ന 5 വോൾട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ 5.1 ഔട്ട്പുട്ട്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. മറ്റൊരു പ്രത്യേകതയായിട്ട് വേണമെങ്കിൽ പറയാവുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. കൂടുതലായിട്ടും നമ്മൾ റിമോട്ട് കിറ്റിൽ കണ്ടിട്ടുള്ളത് ബ്ലൂ ഡിസ്പ്ലേ ആണ്. ഗ്രീനും ഉണ്ട്, ഗ്രീൻ കളറും ഉണ്ട്. എങ്കിലും കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെയിലാവുന്നത് ബ്ലൂ കളറാണ്. ഇതിലിപ്പം നമ്മൾ ആവശ്യപ്രകാരം ഗ്രീൻ ഡിസ്പ്ലേ ആണ് തന്നിട്ടുള്ളത്. ഡിസ്പ്ലേ സൈസൊക്കെ സെയിം തന്നെയാണ്. 16:2 ഗ്രീൻ LCD ഡിസ്പ്ലേ. പിന്നെ റോട്ടറി എൻകോഡർ, അതിലും 2 LED ഒക്കെ വേണമെങ്കിൽ വെക്കാനുള്ള ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രീസെറ്റാണ്. സെയിം ബ്രാൻഡിൻ്റെ തന്നെ ചെറിയൊരു ഓഡിയോ ആംപ്ലിഫയർ ബോർഡാണിത്. TDA7297 IC ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു IC തന്നെയാണ്. നമ്മൾ ചെറിയ കാർ സ്റ്റീരിയോയ്ക്ക് അസംബിൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു IC യൂസ് ചെയ്യുന്നതാണ്. 12 വോൾട്ടാണ് ഇതിൻ്റെ സപ്ലൈ വരുന്നത്. സ്റ്റീരിയോ IC ആണ്, എനിക്ക് സ്റ്റീരിയോ ബോർഡാണ്. ഡാറ്റ ഷീറ്റ് പ്രകാരം 15+15 വാട്ട്സാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ റിമോട്ട് കിറ്റിൻ്റെ കംപ്ലീറ്റ് റിവ്യൂവും ഇതിൻ്റെ വയറിങ്ങും സൗണ്ട് ടെസ്റ്റും നമ്മൾ 3 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ വീഡിയോ ജസ്റ്റ് ഒന്നെടുത്ത് കാണുക.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.